ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീട്ടുവിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ദീപാവലിയുടെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ച എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ദീപാവലിക്ക് വന്നപ്പോൾ അത് ഫസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഇതിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ കുറവായിട്ട് നമ്മുടെ ഫോണിൽ, അപ്പോൾ എല്ലാ വീഡിയോസും കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇട്ടൊഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വിറ്റൊഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് സ്ഥലം കാലിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ഒന്നരാടം പോലെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലത്തെ കടി എന്ന് പറയുന്നത് നമ്മളുടെ ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങാ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ തക്കാളി ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല. ശ്രീകുട്ടനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അത് മതി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദോശ ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഞാനിതാ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്ന് കൂർക്ക ക്ലീൻ ചെയ്യുന്നതും മീൻ കറി ഉണ്ടാക്കുന്നതും പരിപ്പും ചീരയും വെക്കുന്നതും പിന്നെ ക്ലീനിങ്ങും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേട്ടൻ വരുമ്പോൾ 2 തരം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചാളയും അയിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രി കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചേട്ടൻ വരുന്ന സമയത്ത് രാത്രിയൊക്കെ മീനൊക്കെ നല്ല വില കുറവും ഉണ്ടാവും. പിന്നെ കുറേ മീൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവരും. അപ്പോൾ അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ നേരത്തെ തന്നെ നമുക്ക് പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് നന്നാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ചാളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അയില നമ്മൾ വറുക്കാനായിട്ട് വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസമാണ് വെക്കുള്ളൂ. അപ്പോൾ അമ്മ ഇന്ന് ഷുഗറൊക്കെ നോക്കാൻ വേണ്ടി പോയി എടുക്കണം. അപ്പോൾ മിക്ക ദിവസവും മീനൊക്കെ കൂടുന്ന ആളാണ് നന്നാക്കി വെക്കാറുള്ളത്. അപ്പോൾ ആൾക്ക് പറ്റാത്ത ദിവസമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മീൻ നന്നാക്കാറുള്ളത്. അപ്പോൾ മീനൊക്കെ നന്നാക്കാൻ എല്ലാവർക്കും അറിയാമെന്നറിയാലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ കത്തിരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ മീനൊക്കെ നന്നാക്കിയിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ കണ്ടം തുണ്ടമായി വെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ ഞങ്ങൾ കോഴികൾക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴീനെ പുറത്തേക്കൊന്നും അയച്ച് വിടാണ്ട് കൂട്ടിലൊക്കെ കെട്ടിയിട്ടാണല്ലോ ഇട്ടിട്ടുള്ളത്. നാടൻ കോഴിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പുറത്തൊക്കെ ചിക്കി നടന്ന് കുത്തി തിന്നിട്ട് വേണം വളരാനായിട്ട്. അപ്പോൾ പുറത്തൊക്കെ നല്ല നായുടെ ശല്യം കേട്ടോ. 4-5 കൂടിയിട്ടാണ് വരിക. അപ്പോൾ ഇതുപോലെ തന്നെ കൂട്ടിൽ നിന്ന് പുറത്ത് ചാടും ഒരു കോഴി ഇടയ്ക്കിടയ്ക്ക്. അതിനെ വന്നിട്ട് അടക്കം പിടിച്ചുകൊണ്ട് പോയി. അവിടെ നാടൻ കോഴിമുട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. കാരണം നമുക്ക് തന്നെ തികയാറില്ല. അവിടെ പിള്ളേർക്ക് ഒന്നരാടം വെച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതവിടെ മീനൊക്കെ മുറിച്ചിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ പെനാലൊക്കെ തെളിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു മണമൊക്കെ പോകാനായിട്ട്. കൂർക്ക വാങ്ങിച്ചിട്ട് വെച്ചിരിക്കണോ. അപ്പോൾ ഇത് ഇന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുത്തയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇന്ന് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ ഒരു ചാക്കോ അല്ലെങ്കിൽ പഴയൊരു തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടാണ് കേട്ടോ തല്ലി എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഇട്ടിട്ടാണ് കേട്ടോ അടിക്കുന്നത്. കൂടെ മെല്ലെയാണ് എടുക്കണുള്ളൂ. ഈ കവറ് പൊളിറ്റി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെല്ലെ ഒന്ന് ഇങ്ങനെ ആക്കി ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട്. നല്ല ഓർക്കനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക ചതയും ചെയ്യും. അതുപോലെ തന്നെ ഈ കവറ് പൊട്ടി പോവുകയും ചെയ്യും. അതുപോലെ നല്ലപോലെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ അടിച്ചതിന് ശേഷം അതൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നല്ല പോലെ അതിന് മണ്ണും ചെളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം ഒരു 4-5 പ്രാവശ്യമൊക്കെ അത് മണ്ണൊക്കെ പോകണ വരെയും ഇങ്ങനെ ബക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ കഴുകി എടുക്കും കേട്ടോ. അപ്പോൾ തന്നെ ഒരുവിധം അതിൻ്റെ തോലൊക്കെ പോയി ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് കുതിർത്തിയിടും കേട്ടോ. ബാക്കിയുള്ള തോലൊക്കെ പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം പോലെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമ്മൾ പരിപ്പും ചീരയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചീരയും കൂടി മുറിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അടുക്കളയിലത്തെ പണികൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2-3 ചീര അവിടെ തന്നെ മുളച്ചതാണ് കേട്ടോ. നമ്മൾ ചീര കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ വന്നിട്ടും പിന്നെ നാടൻ ചീര ഈ ഒരു ടൈമായിട്ടുണ്ടെങ്കിൽ പറമ്പ് നിറച്ചുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ മീൻ കറിയൊന്നും കൂട്ടില്ല. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചീര നിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതും പരിപ്പൂട്ടിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ച് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിതാ മീനിലേക്കുള്ള മസാല കൂട്ടി വെക്കാൻ കേട്ടോ. വറക്കാനുള്ള മീനിലേക്ക് മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ഇവിടെ ശ്രീകുട്ടന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മട്ടിപ്പ് വരും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്.
അതിനുശേഷം ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മളിത് മീൻ കറി വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല കേട്ടോ, വെളുത്തുള്ളി ഇടലോ അതുപോലെ തന്നെ സവോള വഴറ്റലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളവിടെ സാധാരണയായിട്ട് ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഈ രീതിയിൽ തന്നെയാണ് മീൻ കറി വെക്കാറെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇഞ്ചിയും നമ്മുടെ ചുവന്നുള്ളി ചതച്ചതും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു തക്കാളി അരിഞ്ഞിട്ട്, എനിക്ക് തക്കാളി മീൻ കറിയിലിടുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പുളി ഇട്ടാലും ഞാനൊരു തക്കാളി അരിഞ്ഞിടാറുണ്ട്. വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മീനും ഇട്ടിട്ട് നമ്മൾ മുളകഞ്ചാറാണ് കേട്ടോ എന്ന് വെക്കണത്. അങ്ങനെ സെറ്റപ്പാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീൻ കറി തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പരിപ്പും ചീരയും തക്കാളിയൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കണത്. അപ്പോൾ ഇത് നമ്മുടെ മസൂർ ദാലാണ് കേട്ടോ. അപ്പോൾ എന്നും നമ്മളിത് മേടിക്കണം എന്ന് വിചാരിക്കും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, പെട്ടെന്ന് വേവും ചെയ്യും. അപ്പോൾ 2 വിസിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പരിപ്പ് ഇട്ടിട്ടാണ് വെക്കണത്. അപ്പോൾ അത് എല്ലാതും സെറ്റപ്പാക്കി നമ്മൾ ഈ ഒരു മീൻ കറി റെഡിയായതിന് ശേഷം അവിടെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വിസിലൊക്കെ അടിച്ച് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. നല്ല കുറുകുറുന്നാവും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലൂസാക്കണമെങ്കിൽ ലൂസാക്കി കട്ടയാക്കണമെങ്കിൽ കട്ടയാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പരിപ്പ് അതിൽ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉപ്പേരി കാച്ചിയെടുക്കണ പോലെ കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻ കറി റെഡിയായി ഉപ്പൊക്കെ നോക്കി അത് മാറ്റി വെച്ച് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ കുക്കർ അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത്, നാളെ രാവിലത്തെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് ഇതാ കുറച്ച് പച്ചരിയൊക്കെ ഇട്ട് നമ്മൾ ദോശയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് പണിക്ക് കിട്ടുമേ. അപ്പോൾ അങ്ങനെ ഇഡലി ദോശ വെള്ളയപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രാവിലത്തെ പണി കഴിയും പിള്ളേർ പോകുമ്പോഴേക്കും. അപ്പോൾ മിക്ക ദിവസവും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നൂലപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഡലി ദോശ വെള്ളയപ്പം അങ്ങനെ ഒരു ഓർഡറിൽ പോവുകയും ചെയ്യും. അപ്പോൾ ദോശ ഉണ്ടാക്കിയതിന് പിറ്റേ ദിവസം കുറച്ച് മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ പിറ്റേ ദിവസം ഗോതമ്പ് ദോശ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ കുറച്ച് മുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പഴുത്തതും പച്ചയും ഒക്കെ നോക്കി തരം തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുളക് കൊണ്ടാട്ട മുളക് ഉണ്ടാക്കണതിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പഴുക്കാറായ മുളക് നമുക്ക് കറിക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല പഴുത്തത് നമുക്ക് ഉണക്കി വെക്കാമെന്നും വിചാരിച്ചിട്ട് അങ്ങനെ തരം തിരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുന്നേ ഉണക്കിയിട്ടുണ്ടായിരുന്ന അത് ഞാൻ കുത്തുമുളകാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വെക്കാനായിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതാ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വീട് തുടക്കണില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ക്ലീനിങ് ചെയ്തു. വാതിലും ജനലും എല്ലാതും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങളിതാ ചന്ദനവും കുറിയും പൊട്ടൊക്കെ വാതിലിൻ്റെ മുകളിലൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ഇതുപോലെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ജനലും വാതിലൊക്കെ തുടച്ചിട്ട് ഇതുപോലെ കുറിയൊക്കെ ഇടണം എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനി വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ മാച്ചിട്ട് വീണ്ടും പുതിയത് തൊട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കൂർക്കൊക്കെ നന്നാക്കി വെച്ചു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും, നാളെ വെക്കാനുള്ളതാണ്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിളക് കാച്ചിയെടുക്കണം. അതിന് മുൻപേ നമ്മുടെ മീൻ കറിയിലേക്ക് ഉള്ളി കാച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാച്ചിയിട്ട് ആ ഒരു ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് മിളക് ഇടാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ മുളക് പൊടി ഇട്ട് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള പരിപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് തിളപ്പിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുത്ത് ഇനി കട്ടിയിലേക്ക് വേണ്ട വെച്ചെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ പരിപ്പ് കറി റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഉച്ചയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യലി. അപ്പോൾ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് അടിച്ചിട്ടില്ല, ഭയങ്കര ചൂട്, കറണ്ട് പോയി എടുക്കണേ. അപ്പോൾ ചേട്ടൻ വന്നു, ഒരു പപ്പായ അവിടെ നിൽക്കുന്നതാണ് ഫ്രണ്ടിൽ. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ലൈവ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 13 ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലൈവ് വരുമ്പോൾ പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് ചെയ്യാൻ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണം കേട്ടോ. അയ്യോ, അപ്പോൾ ഞാൻ വിട്ടേ പപ്പായ പൊട്ടിക്കട്ടെ. അപ്പോൾ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പണിയുടെ തിരക്കിൽ മുഖമൊക്കെ കഴിയുമ്പോൾ പോയി. അപ്പോൾ ഞാൻ ലൈവ് വരില്ലേ, അപ്പോൾ ഒന്ന് വൃത്തിക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ലൈവിൽ ഞാൻ മുഖമൊന്നും കാണിട്ടില്ല, എൻ്റെ പച്ചക്കറികളാണ് കാണിച്ചു കൊടുത്തത്. ആരും വരുമോ ഇല്ല എന്നൊന്നും അറിയണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ ലൈവിൽ ആരും അങ്ങനെ വരാറൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ പപ്പായ പൊട്ടിക്കുന്നുണ്ട്. എൻ്റെ മതരായോ ഞാൻ എടുക്കട്ടെ. വീണെന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു 5 പേരും കൂടിയും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ 5K അടിക്കാം കേട്ടോ. അപ്പോൾ നല്ല മനസ്സിലായ 5 പേർ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം തുടർന്ന് 5 പേരല്ല കേട്ടോ, നമുക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഒരു 5 പേരും കൂടി ഇന്ന് വരികയാണെങ്കിൽ നമുക്ക് 5K അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.